ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയെ കാണിക്കുകയാണ്. അപ്പോൾ അബിയെ മാളവിക വരച്ച ആ ഡിസൈനുകളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നുകയാണ്. കാരണം മാളവികയാണല്ലോ വരച്ചത്. ഇനി മാളവികയും കൂടി വശത്താക്കിയിട്ട് അവളുടെ ജീവിതം കൂടി തകർക്കാനുള്ള പരിപാടിയാണ് ഇവിടെ അബി ചെയ്ത് കൂട്ടുന്നത്. അങ്ങനെ അബി ആ ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ കയറി വരുന്നത്. അപ്പോൾ നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അബി പറയുകയാണ്, നവ്യെ ഇതൊന്ന് നോക്കിയ നവ്യെ, ദേ മാളവിക വരച്ച ഡിസൈൻസാണ്. ഷോ എന്ത് രസമാണെന്നറിയാവോ. ഇതൊക്കെ ആ ഇൻ്റർനാഷണൽ ആ ഒരു മത്സരത്തിൽ നമ്മൾ ഇത് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് തന്നെ ഫസ്റ്റ് അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആർക്കറിയാം ഇതേപോലുള്ള രീതിയിലല്ലേ നമ്മളന്ന് പോയത്, എന്നിട്ട് നമ്മൾക്ക് തോൽവി സംഭവിച്ചില്ലേ? ഇല്ല, ഇത് അതേപോലെയൊന്നും അല്ലെന്നേ. എനിക്ക് ആ കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ നവ്യെ. അന്ന് അനിയുടെ മുന്നിൽ ഞാൻ തല കുനിച്ച് നിന്ന ആ ഒരവസ്ഥയില്ലേ, അതെൻ്റെ കൺമുന്നിൽ ഇപ്പോഴിങ്ങനെ തെളിഞ്ഞുകൊണ്ട് വരികയാണ്. നീ ഏതായാലും ഈ ഒന്ന് ഡിസൈനൊക്കെ ഒന്ന് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യയുടെ കയ്യിലേക്ക് ഡിസൈൻ കൊടുക്കുക. അങ്ങനെ നവ്യ നോക്കിയിട്ട് വലിയതൊന്നും തോന്നുന്നില്ല. അങ്ങനെ നവ്യ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതൊക്കെ എടാ എൻ്റെ നയനയുടെ ഡിസൈൻസ് ആടാ, അതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ തറ പറ്റാൻ പോകുന്നുള്ളടാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നവ്യെ, എങ്ങനെയുണ്ട് ഡിസൈനൊക്കെ? അടിപൊളിയല്ലേ? മാളവിക വരച്ചതാ. അവളുടെ കയ്യിൽ ഇനിയും വലിയ വലിയ ഡിസൈനൊക്കെ ഉണ്ട്. ദേ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗികളാണ്. നടക്കട്ടെ. എന്തായാലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ വിജയിച്ചാൽ മതി, അത്രയ്ക്കും നല്ലത്. ഇനി ആരുടെ മുന്നിൽ താല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത് എൻ്റെ ഹബി. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അനന്തപുരിക്കാരുടെ മുന്നിൽ നമ്മൾ തോൽവി സമ്മതിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളത് വിജയിച്ച് തന്നെ ഇരിക്കും. അനന്തപുരിക്കാരുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ തോൽക്കാനായിട്ട് പോകുന്നില്ല. ഈ വിജയം നമുക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ അബിയാണെങ്കിൽ മാളവികയുടെ ഡിസൈൻ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാളവികയാണ്. അപ്പോൾ മാളവിക കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഡിസൈനുകൾ പുതിയത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അബിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ സാറേ, സാറെന്ന് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചാൽ പോരായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സാറെന്തിനാ സാറേ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ദേ എനിക്കേ നിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മാളവികയെ, നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കുറച്ച് അകലം പാലിക്കുമല്ലോ. എനിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ ഒപ്പം തന്നെ ഇരിക്കാനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് നവ്യെ മാളവികയെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട മാളവികയ്ക്ക് അത് അങ്ങോട്ട് ദഹിച്ചില്ല. എന്തൊരു മനുഷ്യനാണെന്ന് ആലോചിച്ചിട്ടാണ് നമ്മുടെ മാളവിക നിൽക്കുന്നത്. അതേ മാളവിക, ഈ ഡിസൈനൊക്കെ അത്യുഗ്രനായിട്ടുണ്ട്. ആണോ സാറേ? ഈ സാറിന് ഈ ഡിസൈനൊക്കെ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും ഇതൊക്കെ കാഴ്ചവെച്ചാൽ നമ്മൾ തന്നെ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളാണ് വിജയിക്കാനായിട്ട് പോകുന്നത്. നാം ഒരിക്കലും തോറ്റു തുന്നപ്പെടാനായിട്ട് പോകുന്നില്ല മാളവികയെ എന്നൊക്കെ മാളവികയോട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ, സാറിന് ഇഷ്ടപ്പെട്ടല്ലേ? പിന്നെ എന്ത് നോക്കാനാ, ദേ ഇനിയും ഒരുപാട് ഡിസൈൻ വരക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആയിക്കോട്ടെ. അതെ, മാളവികയുടെ കൈ ഇങ്ങോട്ട് തന്നെ. അയ്യോ എന്തിനാ സാറേ കൈ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞപ്പോഴേക്കും മാളവിക കൈ കൊടുക്കുക. മാളവിക കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മാളവികയുടെ കയ്യിലേക്ക് ഉമ്മ വെക്കാനുള്ള പുറപ്പാടായിരുന്നു നമ്മുടെ അബി. പെട്ടെന്ന് തന്നെ മാളവിക കൈയെടുത്ത് മാറ്റുകയാണ്. സാറേ എന്ത് പരിപാടിയാണ് സാറേ കാണിക്കുന്നത്? അയ്യോ എന്തു പറ്റി മാളവികയെ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? സാറേ, സാറിൻ്റെ ഭാര്യയൊക്കെ ഇവിടെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സാറേ അതെ, ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? അതേപോലെ തന്നെ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്. സാർ ഇങ്ങനത്തെ പരിപാടികളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൾക്കാരൊക്കെ വിചാരിക്കുകയെന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യടാ അവരൊക്കെ വിചാരിച്ചില്ല, എനിക്കെന്താ കുഴപ്പം? ഇനിയിപ്പോൾ ഭാര്യ ഇത് കണ്ടെന്ന് വിചാരിച്ച് ഭാര്യ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോകും. അങ്ങോട്ട് പോകട്ടെ എന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അല്ലാതെ അവളെ ഞാൻ കൂടെ നിർത്താനൊന്നും പോകുന്നില്ല. പിന്നെ ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. അയ്യോ അപ്പോൾ ഡേവിഡ് സാറ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ജോലി പോകൂലേ? ആരുടെ ജോലി? അയാൾ എൻ്റെ കൂടെ എന്തെങ്കിലും മെക്കിട്ട് കയറാൻ വന്നാലേ അയാളുടെ ജോലി ആയിരിക്കും തെറിക്കാനായിട്ട് പോകുന്നത്. സാറെന്താ സാറേ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതെ, ഞാൻ വെറും ഒരു ജനറൽ മാനേജർ അല്ല. എനിക്ക് മുകളിലായിട്ടെ ചിലവരൊക്കെ ഉണ്ട്. ഞാൻ അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഡേവിഡ് സാറ് പുറത്താണ്. ആണല്ലേ സാറേ? അപ്പോൾ സാറിന് മുകളിലും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡേവിഡ് സാറിന് മുകളിലായിട്ട് പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും മാളവികയെ, നിന്റെ എൻ്റെ മനസ്സ് ഒന്നാണ്.
അതുകൊണ്ടാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനായിട്ട് മുതിർന്നു വന്നത്. ദേ എങ്കിൽ പറ സാറേ, ആരാ സാറേ അത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേതായാലും ഇപ്പം പറയുന്നില്ല, തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മാത്രം മതി, വഴിയെ പറയാം. നമുക്കേ ഒന്ന് പുറത്തേക്ക് പോയാലോ? അയ്യോ സാറേ, ഇപ്പോഴോ? ഇപ്പൊ പുറത്തേക്ക് പോകാനോ? പുറത്തേക്ക് പോയെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? സാറേ ഇപ്പം ഡ്യൂട്ടി ടൈം അല്ലേ, ആ സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടി പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി തെറിക്കും. അതാ സാറേ. അയ്യോടാ, ആര് ജോലി തെറിപ്പിക്കാനായിട്ട് പോകുന്നു? ഡേവിഡോ? അയാളോട് പോകാൻ പറ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡേവിഡും മാളവികെ നിന്റെ ജോലി തെറിപ്പിക്കാനായിട്ട് പോകുന്നില്ല. നിന്റെ ജോലി തെറിപ്പിക്കാനായിട്ടാണ് അയാളുടെ പുറപ്പാടെങ്കിൽ ചിലപ്പോൾ അയാളുടെ ജോലി പോകും. അതുകൊണ്ട് അയാളെ എൻ്റെ മുന്നിൽ പഞ്ചപുച്ച മടക്കി നിൽക്കാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മാളവികയാണല്ലോ, സാറിനപ്പം അത്ര വലിയ പിടിപ്പാണല്ലേ, ഈ സാറേ ഒന്ന് വിളി നിർത്താവോ എന്ന് ചോദിച്ചപ്പോഴേക്കും തൽക്കാലം അത് അത്ര പെട്ടെന്ന് നിർത്താനായിട്ടൊന്നും പറ്റില്ല സാറേ. ശരി, നിർത്തണ്ട, എങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലോ? ശരി, ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് മാളവികയും അഭിയും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും മാളവികയ്ക്ക് ഭയങ്കര ഒരു ഡൗട്ടാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സാർ ഇത്രയും വലിയ പിടിപ്പുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. സാറ് നിസ്സാരക്കാരനല്ല എന്നെനിക്ക് മനസ്സിലായി. മാളവിക ഇനി എന്തെല്ലാം മനസ്സിലാക്കാനായിട്ട് കിടക്കുന്നു. ദേ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലേ MD വരെ എൻ്റെ മുന്നിൽ പഞ്ചപുച്ച മടക്കി നിൽക്കും. അതേപോലുള്ള രീതികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തടയാനായിട്ട് ആർക്കും കഴിയില്ലെന്നേ. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് തോന്നിയോ അങ്ങോട്ട് പോവുക. പിന്നെ മാളവിക എൻ്റെ കൂടെ കൂട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം. അതിനാരും അവിടെ തടസ്സം നിൽക്കാനായിട്ട് പോകുന്നില്ല. എങ്കിലും സാറിനൊന്ന് പറയാൻ പാടില്ലേ? ആ തലപ്പത്തിരിക്കണ ആളാരാണെന്ന് അതെനിക്ക് ഏതായാലും ഇപ്പം പറയാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, മാളവിക അത് സാവധാനം മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതിനി അധികം താമസമൊന്നുമില്ല എന്ന് കുറച്ച് ഡീറ്റെയിൽസൊക്കെ അങ്ങോട്ട് പറയുകയാണ്. അപ്പോഴേക്കും മാളവിക നേരെ ഈ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് പിന്നെ ആദർശ് സാറേ, ദേ എന്നോട് ഇതേപോലുള്ള രീതികളാണ് അഭി പറഞ്ഞത്. അയാൾക്ക് അവിടെ മുൻഗണനയാണ്, അയാൾ തലപ്പത്തുള്ള ആൾക്കാരനാണ്. വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേവിഡ് സാറിൻ്റെ ജോലി വരെ തെറിപ്പിക്കാനായിട്ട് പറ്റും. അയാൾ വലിയൊരു തലപ്പത്തിരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതാരാണെന്ന് മാത്രം ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഇതെന്താണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആദർശ് സാറേ എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറയണം, അവൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ്. അവൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേവിഡിൻ്റെ ജോലി വരെ തെറിപ്പിക്കാനായിട്ട് കഴിയും. കാരണം അവൻ്റെ അച്ഛനാണ് തലപ്പത്തിരിക്കുന്നത്. സാർ എന്തൊക്കെയാ പറയുന്നത്? അതേന്നേ, അവൻ്റെ അച്ഛൻ തന്നെയാണ് തലപ്പത്തിരിക്കുന്ന ആ മനുഷ്യൻ. ഞങ്ങൾക്കേ ഒരു ഫോട്ടോയുടെ സ്കെച്ച് കിട്ടിയായിരുന്നല്ലോ. ആ സ്കെച്ച് വെച്ച് അതാരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഈ ഫോട്ടോയെ എൻ്റെ അച്ഛന് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അച്ഛനാണ് ദൃഢപ്പെടുത്തിയത് ഇത് വേറെ ആരുമല്ല, നാഗേന്ദ്രനാണെന്ന്. നാഗേന്ദ്രൻ എന്ന് പറയുന്നത് അഭിയുടെ അച്ഛനാണ്. പണ്ടേ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ ആ പ്രശ്നം ഉണ്ടായ സമയത്തെ ഈ നാഗേന്ദ്രനെ അടിച്ചു പുറത്താക്കിയതാണ് എൻ്റെ മുത്തശ്ശൻ. ആ സമയത്ത് ഞാനൊക്കെ കുഞ്ഞായിരുന്നു. പിന്നെ അഭിക്കാണെങ്കിൽ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഇല്ല. അവൻ ഇപ്പോഴാണ് അച്ഛനെ കാണാനായിട്ടൊക്കെ തുടങ്ങിയത് എന്നൊക്കെ പറയണു. അത് ശരി, അപ്പം അങ്ങനെയാണ് കളികളല്ലേ. അപ്പം ഈ നാഗേന്ദ്രനാണ് തലപ്പത്തിരിക്കുന്നത്, അതായത് അഭിയുടെ അച്ഛൻ. അതേന്നേ, ഇനി നമുക്ക് കാര്യങ്ങളെല്ലാം കുറേ പിടികിട്ടി. ഇനി അവരെ തറ പറ്റിക്കുക, അതുമാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. അയാളെ പിടിക്കാനുള്ള പരിപാടിയല്ലേ, അതൊക്കെ എനിക്കറിയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പം നയന പുതിയ ഡിസൈനുകളെല്ലാം വരച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ആദർശ് കയറി വരുന്നത്. അപ്പം ആദർശ് പറയുകയാണ്, നയനെ ഇതൊരുപാട് ഹാർഡ് വർക്ക് നീ ചെയ്യുന്നുണ്ട് കേട്ടോ, വേണ്ട നിർത്തിക്കോ, അത് നിനക്ക് പ്രശ്നമാവും. എനിക്കൊരു പ്രശ്നമാവൂല ആദർശേട്ടാ. നമ്മുടെ കമ്പനി വിജയിക്കണം, എന്നിട്ട് എല്ലാ പിണക്കങ്ങളൊക്കെ മാറ്റി നമുക്ക് ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലണം. നമ്മുടെ നിരപരാധിത്വം മുത്തശ്ശൻ്റെ മുന്നിൽ തെളിയിക്കണം. ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഒരിക്കലും നമ്മൾ താഴേട്ട് പോകാനായിട്ട് പാടില്ല എന്ന് പറയുകയാണ്. ഞാൻ മാളവികയ്ക്ക് കുറേ ഡിസൈനുകളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറേയൊക്കെ വേണം. ഇനി നമുക്കും കുറേയൊക്കെ ആവശ്യമുണ്ടല്ലോ. എന്നാലും ഏറ്റവും വലുത് നമ്മുടെ ജോലിയല്ല, നമ്മുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതെല്ലാം ആലോചിക്കുന്നുണ്ട് ആദർശേട്ടാ. എന്നാലും നമുക്ക് നമ്മുടേതായൊരു രീതി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്
മുത്തശ്ശൻ്റെ കോള് വരികയാണ് നയനയുടെ ഫോണിലേക്ക്. ആരാത് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നോക്കി കഴിഞ്ഞപ്പോഴും അയ്യോ ഇത് മുത്തശ്ശനാണല്ലോ എന്ന് നയന പറയാണ്. ഞാൻ എടുക്കാം ഫോണ് എന്ന് ആദർശ് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുക്കുകയാണ്. ഹലോ മുത്തശ്ശ. അപ്പോഴേക്ക് മുത്തശ്ശൻ ഞെട്ടിപ്പോയി. മുത്തശ്ശനാണെങ്കിൽ ആരാ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശ, എൻ്റെ സൗണ്ട് കേട്ടിട്ട് പോലും മുത്തശ്ശന് മനസ്സിലായില്ലേ? ഞാൻ മുത്തശ്ശൻ്റെ മൂത്ത കൊച്ചുമോനാണ്. ഇത്ര പെട്ടെന്ന് മുത്തശ്ശൻ എന്നെ മറന്നോ മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ്. ദേ, മറക്കാൻ വേണ്ടി ഓർത്താലല്ലേ? ഓ, നിങ്ങളുടെ ഇതിലേക്കാണോ കോള് പോകുന്നത്? എനിക്കറിയാതെ പോകുന്നതാണ്. ഈ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. ആ നമ്പറിലേക്കാണ് കോള് പോകുന്നതല്ലേ? ശേ, ഇത് വല്ലാത്തൊരു അബദ്ധമായി പോയല്ലോ മുത്തശ്ശ. എന്തിനാ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും മാത്രം ഞങ്ങളോട് എന്തിനാണ് മുത്തശ്ശ അരിശ്യം കാണിക്കുന്നത്? പിന്നെ എനിക്ക് ആരോടും കൂടുതൽ വൈരാഗ്യമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ എന്നെ വിളിക്കുകയും വേണ്ട. ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ്. അപ്പം നയനക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അപ്പോൾ നയന ചോദിക്കണം, എന്താ മുത്തശ്ശൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശനെ അബദ്ധവശാൽ കോള് വന്നതാണെന്ന്, അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് സംസാരിക്കാനായിട്ട് നിന്നില്ല. പെട്ടെന്ന് തന്നെ ഫോൺ വെച്ച് കളഞ്ഞു. എന്നാലും എനിക്ക് മുത്തശ്ശൻ്റെ സൗണ്ടൊന്ന് കേൾക്കാനായിട്ട് സാധിച്ചല്ലോ. അതിൽ പല സന്തോഷമൊന്നും എനിക്ക് വേറെ ഒന്നുമില്ല നയനെ എന്ന് പറയാണ്. ഞാൻ ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയന ഉടനെ തന്നെ മുത്തശ്ശനെ വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനൊരു ഡൗട്ട്, ഇനി നയനയായിരിക്കോ വേറെ ആരെങ്കിലും ആയിരിക്കോ എന്നുള്ളൊരു ഡൗട്ടാണ്. വീണ്ടും എടുത്തിട്ട് ഹലോ ആരാ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശ, ഇത് ഞാനാ നയനയാ മുത്തശ്ശ. ഓ, മോളായിരുന്നോ? എൻ്റെ പൊന്നു മോളെ, അവനാ കോൾ എടുത്തല്ലേ? ഞാൻ അവനില്ലെന്ന് വിചാരിച്ചാ വിളിച്ചത്. അത് പിന്നെ മുത്തശ്ശ, ആദർശേട്ടനെ ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പോഴാ മുത്തശ്ശൻ്റെ കോള്. പക്ഷെ പോയിട്ടില്ലട്ടാ, കൂടുതൽ നേരം സംസാരിക്കണ്ട. നമുക്കേ പിന്നീട് സംസാരിക്കാം. ആദർശേട്ടൻ പോയി കഴിയുമ്പോഴേ ഞാൻ മുത്തശ്ശനെ വിളിച്ചോളാം. ശരി മോളെ, ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നാഗേന്ദ്രനും നാഗേന്ദ്രൻ്റെ 2 മക്കളും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം നാഗേന്ദ്രൻ കുറേ ഡിസൈനുകളെല്ലാം നോക്കുകയാണ്. അച്ഛാ, ഇത് നോക്കിയച്ചാ, നല്ല അടിപൊളി ഡിസൈൻസ് അല്ലേ? മാളവിക കുത്തിയിരുന്നല്ല ഹാർഡ് വർക്കോടെ ചെയ്ത കാര്യങ്ങളാണ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. പിന്നെ ഡിസൈൻ്റെ കുറേ മോഡൽ കൊടുത്തായിരുന്നല്ലോ, ആ മോഡൽ നോക്കി വരച്ച ഡിസൈനുകളാണ് മാളവിക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അങ്ങനെ പുകഴ്ത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ പറയുകയാണ്, എന്താടാ അബി, നിനക്ക് ഈയിടെയായിട്ട് മാളവികയെ കുറച്ച് പുകഴ്ത്തുന്നത് കൂടുന്നുണ്ടല്ലോ. എന്താണ്, മാളവികയായിട്ട് അടുപ്പം സ്ഥാപിക്കാനുള്ള പരിപാടി വല്ലതും ആണോ? അപ്പോഴേക്കും അവധികം പറയണം, അതെ അച്ഛാ, അതെനിക്കും തോന്നിയായിരുന്നു. അഭിയേട്ടനെ ആ മാളവികയോട് കുറച്ച് അടുപ്പമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അയ്യോ അച്ഛാ, അങ്ങനെയൊന്നുമില്ല അച്ഛാ. അപ്പോഴേക്കും ഈ നാഗേന്ദ്രൻ പറയാണ്, എടാ നിനക്ക് നിൻ്റെ ഭാര്യയെ ഇഷ്ടമല്ല, അപ്പോൾ മാളവിക നിൻ്റെ അടുത്ത് കൂടാൻ നേരത്ത് മാളവികയോട് ഇഷ്ടം തോന്നുന്നതും കുഴപ്പമൊന്നുമല്ല, അത് സ്വാഭാവികം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, മാളവികയുടെ കല്യാണം കഴിഞ്ഞതാണ്. അച്ഛാ, അതെനിക്കറിയാം അച്ഛാ. പിന്നെ മാളവികയുടെ കല്യാണം കഴിഞ്ഞതും നീ പിന്നെ അടുപ്പം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്? അയ്യോ ഇല്ല അച്ഛാ, മാളവികയുടെ ഡിസൈനെ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അല്ലാതെ എനിക്ക് അവളോട് വലിയ കൂടുതൽ അടുപ്പമൊന്നുമില്ല അച്ഛാ എന്ന് പറയാണ്. അടുപ്പം പാടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി നീ ചിന്തിക്കണം, നിനക്കൊരു കുഞ്ഞുണ്ട്. എടാ, കുഞ്ഞു മക്കളെ ഒരിക്കലും ദ്രോഹിക്കാനായിട്ട് പാടില്ലടാ. അവരൊരു പാപവും ചെയ്യാത്ത കുട്ടികളാണ്. അതുകൊണ്ട് ആ കുട്ടികളെ വേദനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളിൽ നിന്ന് ശാപം വിട്ടുമാറാനായിട്ട് പോകുന്നില്ലടാ ബേ. നീയൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കെൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. നീ പറയുന്നത് പോലെ എനിക്കും എൻ്റെ ഫാമിലിയെ മറന്ന് ജീവിക്കായിരുന്നു. അതേപോലുള്ള ദ്രോഹങ്ങളാണ് നിൻ്റെ അമ്മ എന്നോട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനത് ചെയ്തോ? ഇല്ല. കാരണം എന്താണെന്നറിയാവോ? എനിക്കെൻ്റെ മക്കളായിരുന്നു ഏറ്റവും വലുത്, എൻ്റെ ഫാമിലിയും. അതുകൊണ്ട് ഞാൻ ഇത്രയും വർഷങ്ങൾ മാറി നിന്നിട്ട് പോലും എനിക്കൊരു ഫാമിലി ഉണ്ടായിട്ടില്ല. ഭാര്യയും ഇല്ല, കുട്ടികളുമില്ല. എൻ്റെ കുട്ടികളെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. ആ കാര്യം കൂടി ഒന്ന് ചിന്തിക്കണം എന്നൊക്കെ നാഗേന്ദ്രൻ പറയാണ്. അയ്യോ ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ഇതൊക്കെ ഇടഞ്ഞപ്പോഴേക്കും അവന്തികയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തിനാണെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പിണക്കങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ആദർശിനോട് സംസാരിക്കാറില്ല കുറച്ചു നേരം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല, നിനക്കറിയാലോ.
കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ടിപ്പോൾ എന്തായി? കൊച്ചുമോനാണെങ്കിൽ മുത്തശ്ശൻ്റെ സൗണ്ട് കേൾക്കാത്തൊരു സമാധാനം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്തിക സങ്കടപ്പെട്ട് വരിക. അപ്പോൾ അവന്തികയെ കണ്ടുകഴിഞ്ഞപ്പോഴും കയ്യോ മോളെ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശ, എനിക്ക് ടെൻഷനുണ്ട് മുത്തശ്ശ, എൻ്റെ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല മുത്തശ്ശ. എന്ത് ടെൻഷൻ, എന്ത് പേടി? അതെ, ഇപ്പോഴും അനിയേട്ടനും അതേപോലെ തന്നെ നന്ദുവും തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് മുത്തശ്ശ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തിനങ്ങനെ ഒരു സംശയത്തിനുള്ള കാരണം? ഈ നന്ദുവും അനിയും തമ്മിലുള്ള കല്യാണത്തിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയതുമാണ് ഞങ്ങൾ. പക്ഷേ ആ സമയത്ത് അവരതിന് വേണ്ടെന്ന് പറഞ്ഞത്, അവരതിന് തടസ്സം നിന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഞങ്ങളൊരു വാക്ക് കൊടുത്തു, അനി ഇനി നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യില്ല എന്ന്. അപ്പോൾ ആ ഒരു വാക്ക് പാലിക്കണമല്ലോ. പക്ഷേ മുത്തശ്ശ, നിങ്ങളുടെ വാക്കൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയായ ശരിയാവില്ലല്ലോ. മോൾ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ഏതായാലും കടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. രണ്ടിലൊന്നും അറിയണമല്ലോ എന്താണ് ആ കാര്യങ്ങൾ എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരോടും കൂടി തന്നെ പറയാനുള്ള കാര്യങ്ങളാണ്. മോളങ്ങോട്ട് ചെല്ല്, മുത്തശ്ശൻ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവന്തിക പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോഴേക്കും അതെ, പിള്ളേരുടെ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഒന്ന് ഞെട്ടുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്തറിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.